സൂത്രൻ. ആരാ? ഷേരുചേട്ടന്റെ കഥകളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഫേമസാ. ഇതുപോലൊരു മണ്ടൻ വേറെ ഇല്ലെന്നാ നാട്ടുകാർ പറയുന്നത്. ഇതിപ്പോ നീ ആരാധിക്കാൻ വന്നതാണോ അതോ കളിയാക്കാനോ? അയ്യോ, കളിയാക്കുന്നത് അവരാ, ഞാൻ ആരാധിക്കും. താൻ ഗമ ഒട്ടും കുറയ്ക്കണ്ട, ആരാധകനല്ലേ. എനിക്ക് ചേട്ടന്റെ ഓട്ടോഗ്രാഫ് വേണം. ഓട്ടവും ചാട്ടവും ഒന്നും പറ്റില്ല, ഇവിടെ ഇരുന്നുള്ള ആരാധകൻ മതി. അതല്ല, എന്തെങ്കിലും കുറിച്ചു തരണമെന്ന്. കുറച്ചൊക്കെ തരാം, കൂടുതൽ ചോദിക്കരുത്. കുറച്ചല്ല, കുറിച്ചെഴുതി കൊടുക്കാൻ. എന്താ എഴുതേണ്ടത്? ചേട്ടന്റെ പേര് മതി, ഞാൻ ചായം കൊണ്ടുവരാം. കമ്പും വേണ്ട, എന്റെ വാല് ചായത്തിൽ മുക്കി എഴുതിയാൽ മതി. നീളൻ വാലാ, എഴുതാൻ എളുപ്പമാ. കുളിക്കുമ്പോ എഴുതിയത് പോകുമോ? ഞാൻ കുളിക്കാറില്ല. മതി, താങ്ക് യു ഷേരു ചേട്ടാ. സൂത്രൻ അറിഞ്ഞോ, ഷേരു ആരാധകർക്ക് ഓട്ടോഗ്രാഫ് കൊടുക്കുന്നു. 19 പേർക്കു കിട്ടി. പിന്നെ ആള് വന്നു. എലിയെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എനിക്കും കിട്ടി, സ്ഥലം തികയാത്തത് കൊണ്ട് ഒരക്ഷരമേ എഴുതിയുള്ളൂ. വരയുള്ളത് കൊണ്ട് വൃത്തിയായി എഴുതാൻ പറ്റി. മുതുകത്ത് എഴുതാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവർക്കും കൂടി ഇലയിൽ എഴുതി കൊടുത്തതാ. ഹോ, ശരു, ഇതൊക്കെ തുടക്കമിട്ട ആ എലിയെ കണ്ട് താനൊരു താങ്ക്സ് പറയേണ്ടതാ. ഹിഹിഹി. ഇപ്പൊ തന്നെ പറയാമല്ലോ, അവൻ ഇവിടെയുണ്ട്. നാട്ടുകാര് പറഞ്ഞതാ ശരി, ഇതുപോലൊരു മണ്ടൻ വേറെ ഇല്ല. അയ്യോ, എന്റെ വാല്. എന്നിട്ട് ഈ ആനയെ ഇങ്ങോട്ട് നീക്കണം. ശരു, ഇതാരാ? എന്താ പരിപാടി? ചേട്ടാ, ഇത് മനുഷ്യരുടെ നാട്ടിലെ ഒരു കളിയാ, ചെസ്. സൂത്ര, ഇങ്ങേർക്ക് കുറെ കളി അറിയാം, മിടുക്കനാ. മിടുക്കൻ. എടോ, കല്ലു നിരത്തി വെച്ച് കളിക്കാൻ വലിയ മിടുക്കൊന്നും വേണ്ട. ജീവനുള്ളവരെ കളത്തിൽ വെച്ച് കളിക്കണം, അതാ മിടുക്ക്. ഉദാഹരണത്തിന് ഈ കല്ലുകൾക്ക് പകരം തവളകളെ വെച്ചു കളിക്കണം. എടോ, താൻ പോയി കുറെ തവളകളെ വിളിച്ചിട്ട് വാ. ഓ ശരി. കണ്ടോ, ഇനി നമ്മൾ നീക്കേണ്ട. പറയുന്ന കളത്തിലേക്ക് തവള ചാടും. ഇതു കലക്കി, ചേട്ടൻ ബുദ്ധിമാനാ. ഹാവു, കഷ്ടിച്ച് മാനം രക്ഷിച്ചു. ഹിഹിഹി. സൂത്ര, അങ്ങേര് പഠിപ്പിച്ച വേറൊരു കളിയുണ്ട്, അതും ഞാൻ ജീവനുള്ളവരെ വെച്ചു കളിക്കട്ടെ. താൻ കളിക്കടോ. ഹിഹിഹി. റെഡി ആക്കിയിട്ട് തന്നെ വിളിക്കാം. ശരി, പോയിട്ട് നേരം കുറെ ആയല്ലോ. അയ്യോ സൂത്ര, പാമ്പ്. തന്നെ ഞാൻ തനിക്ക് കളിക്കാൻ എന്റെ മക്കൾ തന്നെ വേണം അല്ലേടോ? മക്കളെ കളിക്കാൻ വിളിച്ചതാണോ ഇത്ര വലിയ പ്രശ്നം? അല്ലടോ മണ്ട, എന്റെ മക്കളെ കെട്ടിപ്പൊട്ടി വെച്ച ഇവന്റെ പാമ്പും കോണിയും കളി. അയ്യോ, അഴിച്ചുവിടണേ, അയ്യോ. പാട്ട് പാടുന്ന പെട്ടിയെ പറ്റി മോനെ പഠിപ്പിക്കുന്ന മാഷ് പറഞ്ഞു. പാടുന്ന പെട്ടിയോ? അത് കേട്ടപ്പോ മോനൊരാഗ്രഹം, പാടുന്ന പെട്ടി ഒന്ന് കാണണമെന്ന്. വേണം, പാടുന്ന പെട്ടി കാണണം. കണ്ടില്ലേ, ഈ വാശി കാലത്തെ തുടങ്ങിയതാ. കാലത്തല്ല, ഇവൻ ജനിച്ചപ്പോഴേ വാശിക്കാരനാ. താനൊരു പാട്ടുപെട്ടി സംഘടിപ്പിച്ച് മോനെ കാണിക്ക്. അത് ഞാൻ... എന്താ ഒരു സംശയം മടിയും? പറഞ്ഞാൽ അത് കൊണ്ടുവരണം, മനസ്സിലായോ? നാട്ടിലെ മാഷുമാർ ഓരോന്ന് പറയും, അത് കേട്ട് താളത്തിന് തുള്ളാൻ കുറെ മണ്ടന്മാരും. പാടുന്ന പെട്ടി കിട്ടിയില്ലെന്ന് തുള്ളൽക്കാരോട് പറഞ്ഞാലോ? ബെസ്റ്റ്. കടിയനോട് അങ്ങനെ പറഞ്ഞാലത്തെ സ്ഥിതി തനിക്കറിയില്ലേ? ശരിയാ, പിന്നെ കടിയൻ തന്റെ മുതുകത്ത് താളം പിടിക്കും, പാട്ട് തന്റെ വകയും. ഒരു വഴിയുണ്ട്. പാടുന്ന എലികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്
എന്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ ഉഷാറായിട്ട് പാടും. എന്നാൽ അവനെ വിളി. പാട്ടെലിയപ്പൻ വരുന്നുണ്ട്. ആദ്യം ഒന്ന് പാടിച്ചു നോക്കണം. പാട്ടുപാടി ഉറക്കാം ഞാൻ മൂഷികപ്പൂമ്പൈതലേ. മോൻ ഈ പെട്ടിക്കകത്തു കയറിയിരിക്കണം. എന്നിട്ട് പെട്ടിയിൽ തട്ടുമ്പോൾ പാടണം. ഒരു കുരുത്തം കെട്ട പയ്യനെ കേൾപ്പിക്കാനാ പെട്ടി പാടുന്നതായേ തോന്നാവൂ. മോൻ പുറത്തു വരരുത്. ശരി. തട്ടിയാൽ പെട്ടി പാടുമെന്നോ? നോക്കട്ടെ. പാടും ചേട്ടാ. ഹി 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 ഹി. ചിന്ന ചിന്ന പൂച്ച, എലി പിടിക്കും പൂച്ച. ഈ പെട്ടിക്ക് എന്റെ കൂടെ പഠിക്കുന്ന കുറുക്കുയലിയുടെ ശബ്ദമാ. എലിയപ്പൻ ഇവന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നോ? അത് പിന്നെ സാങ്കേതിക വിദ്യ വികസിച്ചതുകൊണ്ടാ. പോയിട്ട് ഉച്ചയ്ക്ക് വരാം. പാട്ടുപെട്ടി തിരിച്ചു കൊടുക്കണം. പരം 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 പരമചുണ്ടലി. എടോ നിൽക്ക്. ചതിച്ചു. അകത്ത് എലിയാണെന്ന് മണ്ടന് പിടികിട്ടിക്കാണും. മോനൊരാഗ്രഹം. ഇതുപോലെ മോന്റെ കൂടെ പഠിക്കുന്ന എല്ലാ പിള്ളേരുടെയും ശബ്ദമുള്ള പാട്ടുപെട്ടി വേണമെന്ന്. അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോ ഗുലുമാൽ ഗുലുമാൽ. അയ്യോ. ഇന്ന് വൈകുന്നേരം സൂത്രന്റെ മാജിക്. കാണുവിൻ, സൂത്രൻ പാമ്പിനെ വലിച്ചു നീട്ടുന്നു. എന്റെ അമ്മേ, അതൊന്ന് കാണണം. അറിഞ്ഞോ, സൂത്രൻ പാമ്പിനെ വലിച്ചു നീട്ടുന്നു. സത്യം പറ സൂത്ര, താൻ എങ്ങനെയാ ഇത് ചെയ്യാൻ പോണത്? ഹിഹിഹി, പറയാം. ഇതിനകത്ത് 2 പാമ്പുണ്ട്. ഒന്ന് ചെറുത്, മറ്റത് വലുത്. ചെറിയ പാമ്പിനെ ആദ്യം എടുക്കും, എന്നിട്ട് വലിച്ചു കാണിക്കും. പതുക്കെ വലിക്കണേ ചേട്ടാ. അന്നേരം താൻ കാണാൻ വന്നവരുടെ പിന്നിൽ നിന്ന് ടോ എന്നു ശബ്ദമുണ്ടാക്കണം. സകല മണ്ടന്മാരും പിന്നിലേക്കു തിരിഞ്ഞു നോക്കും. അന്നേരം ഞാൻ ചെറുതിനെ മാറ്റി വലുതിനെ എടുക്കും. ഹിഹിഹി. തട്ടിപ്പ് പൊളിയുമോ? ഇല്ലെന്നേ, മണ്ടന്മാര് മാത്രം താമസിക്കുന്ന ഏരിയ നോക്കിയല്ലേ നമ്മൾ മാജിക് വെച്ചത്. താൻ നോക്കിക്കോ, ഒരുത്തരും സംഗതി പിടികിട്ടില്ല. മാജിക് മാജിക് മാജിക്. ഇതാ ഈ സുന്ദരനായ ഈ നീർക്കോലിക്കുട്ടിയെ ഞാൻ വലിച്ചു നീട്ടാൻ പോണു. വലിക്കുകയാണ്, വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പ നീളും. ഇതൊരു ശബ്ദം. ഹിഹിഹി, ശേരു പണി പറ്റിച്ചു. പാമ്പിനെ മാറ്റാം. ഇതാ പാമ്പിന് നീളം കൂടി. കയ്യടി കയ്യടി. ആഹാ പാപി, പിടിയടാ അവനെ. അയ്യോ, ഇവന് കാര്യം പിടി കിട്ടിയോ? എന്താ എന്താ കാര്യം? പാമ്പിനെ വലിച്ചു നീട്ടിയതൊക്കെ ശരിയാ, പക്ഷേ ഇവൻ ആ പാവത്തിനെ വലിച്ചു പൊട്ടിച്ചു. ദേ ഒരു കഷ്ണം. അയ്യോ, ചെറിയ നീർക്കോലി പുറത്തിറങ്ങിയോ? ഹമ്പടാ, അടിയടാ അവനെ. അടിച്ചു കൊല്ലവനെ. ഓടിക്കോ. സൂത്രൻ. സൂത്ര സൂത്ര. ഹാവ്, താൻ ഉണർന്നോ? വല്ലാതെ ഉറങ്ങിപ്പോയി. പനിയുടെ ക്ഷീണം കാരണമാ. താനെന്താ ഈ നേരത്ത്? നേരം വെളുത്തിട്ടില്ലല്ലോ. ഇല്ല, രാത്രിയാ. ഞാൻ ഗുഹയിൽ വന്നപ്പോൾ താൻ ഉറക്കമായിരുന്നു. അന്നേരം മൂങ്ങവൈദ്യരെ കണ്ട് വിവരം പറയാമെന്ന് ഞാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്കാ ആ സംഭവം ഉണ്ടായത്. എന്തു സംഭവം? പുല്ല് മൂടിക്കിടന്ന ഒരു വലിയ കുഴിയിൽ വീണടോ. കുഴിക്ക് നല്ല ആഴം. രക്ഷപ്പെടാൻ സൂത്രമൊന്നും തോന്നിയില്ല. തന്നോടും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഷേ, ഇതാ തൻ്റെ കുഴപ്പം. എൻ്റെ കൂടെ ഇത്ര കാലം നടന്നിട്ടും ഒരു കുഴിയിന്നു കയറാൻ തനിക്ക് സൂത്രം തോന്നിയില്ലല്ലോ. ഞാനാണെങ്കിൽ ചുറ്റുപാടും നിരീക്ഷിച്ച് വല്ല സൂത്രവും കണ്ടുപിടിച്ചേനെ. എന്തു സൂത്രം? കുഴിയിൽ വല്ല കമ്പോ കല്ലോ ഉണ്ടെങ്കിൽ അതു മതി എനിക്ക് രക്ഷപ്പെടാൻ. എന്തിനധികം ബുദ്ധിയുണ്ടെങ്കിൽ ഒരു മൺതരി മതി പുറത്തെത്താൻ. മൺതരി ഉപയോഗിച്ചോ? അതെങ്ങനെ? ഹിഹിഹി, അതൊക്കെ ഉണ്ടടോ. ഹോ, ഹിഹിഹി. ഈ മണ്ടൻ വിശ്വസിച്ചു. മൺതരി വെച്ച് എങ്ങനെ രക്ഷപ്പെടാനാ? ദോ കുറെ മണ്ണുണ്ട്. താൻ സൂത്രം പറ. അതൊക്കെ പിന്നെ. എന്നിട്ട് താൻ എങ്ങനെ കുഴിയുന്നു കേറിയെന്നു പറ.
ആരെങ്കിലും വള്ളിയിട്ട് തന്നോ? നമ്മൾ കേറിയിട്ടില്ല. ഇത് കുഴിക്കകത്തെ ഒരു ഗുഹയാ. തന്നെ എടുത്തുകൊണ്ട് നടക്കുമ്പോഴാ ഞാൻ വീണത്. മൂങ്ങവൈദ്യര് സ്ഥലത്തില്ലെന്ന് തോന്നുന്നു. സൂത്ര, ദേ ഇവിടെ ഒരു മുളങ്കുറ്റി. ഹിഹിഹി, രണ്ടറ്റത്തെ തുളയും അടച്ചിട്ടുണ്ട്. വേറെ 2 തുള ഇട്ടിട്ടുമുണ്ട്. നല്ല തമാശ. ഊതിയപ്പോ നല്ല ശബ്ദം, പാട്ടുപോലെ. അറിഞ്ഞോ, സൂത്രന്റെ പാട്ടു കച്ചേരി. സൂത്രൻ കുഴലൂതി പാട്ട് പാടുമെന്ന്. മുളയായ മുളതോറും തുളയായ തുളതോറും. തുളയുള്ള മുളയെ തുളമുള എന്നാ പറയുക, അറിയാമോ? പാട്ടായി കാട്ടുമുത്തപ്പനുണ്ടേ. ആഹാ, ഒരു പാട്ട് കൂടി പാടണം. വേണം. വേണ്ടെന്നോ? മിണ്ടരുത്. ബുദ്ധി കുറുക്കി 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 കാട്ടിൽ കുറുക്കേനെയുണ്ടാക്കി. ഞാൻ ഇനിയും പാടണോ? ഇഹിഹി. വേണം. വേണം വേണം. നീ പോടാ. കാട്ടിൽ കൂട്ടം തെറ്റി വട്ടം ചുറ്റുന്ന പൊട്ടന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ ഈ ഓട്ടയിലെ പാട്ട്. സൂത്രന്റെ പാട്ട് മതി, തന്റെ ഇടിവെട്ട് വേണ്ട. കാട്ടുതീ ആളുന്ന നേരത്ത് മുട്ട പുഴുങ്ങുന്നതാരാണ്? അടിയടാ അവനെ, നിന്നോടല്ലേ മിണ്ടരുതെന്ന് പറഞ്ഞത്. നിർത്ത് നിർത്ത്. മൂങ്ങവൈദ്യർ. ഹോ, ഇനി ഇവനെയും മുളങ്കുഴലിൽ കിടത്തേണ്ടി വരും. എന്നുവെച്ചാൽ നട്ടെല്ലു ശരിയാക്കാനുള്ള ചികിത്സയാ മുളയിലെ കിടപ്പ്. ഇതുപോലെ അടി കിട്ടി നട്ടെല്ലു പൊട്ടിയ ഇവന്റെ അനിയനാ ആ കുഴലിൽ കിടന്നു കരയുന്നത്. ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോ ഒരു കലക്കൻ ഐഡിയ കിട്ടി. ശരു, വെള്ളത്തിൽ ചാടിക്കളിക്കാനാണോ? കടിയനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഒരു സൂത്രം കിട്ടി. ഹേയ്, വെള്ളത്തിൽ ചാടാൻ കടിയന് ഇഷ്ടമാവില്ല. താൻ ഈ ചാട്ടത്തിന്റെ കാര്യം നിർത്ത്. എടോ, കടിയന്റെ വ്യത്യസ്തമായ ഒരു ശില്പം ഉണ്ടാക്കുന്ന കാര്യമാ വെള്ളച്ചാട്ട ശില്പം. അതെന്ത് ശില്പം? ആ പാറയുടെ 2 വശത്തു കൂടിയാ വെള്ളം വീഴുന്നത്, അല്ലേ? അതെ, അതിന്? ആ കല്ലിൽ 2 ചെവിയും 2 കണ്ണും മൂക്കും വായയും വരച്ചാൽ കടിയനെ പോലെ ആയില്ലേ? വെള്ളം സട പോലെ തോന്നും. ഹിഹിഹി. ഇതു മതി. താഴെ നിന്ന് നോക്കിയാൽ കറക്റ്റ് വ്യൂ കിട്ടും. ഹൊയ്യടാ, ഇത് സൂപ്പർ. ഞാൻ കടിയനെ വിളിക്കാം. ഞാൻ പോയി വിളിക്കണോ? വേണ്ട, ഞാനാവാം. ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. മുഖം മാത്രമല്ല, ശരീരവും വേണ്ടതായിരുന്നു, അല്ലേ സൂത്ര? തൽക്കാലം ഇതു മതി. ചേട്ടന് ശരിക്കും സർപ്രൈസ് ആകും. വ്യത്യസ്ത ശില്പമാ. ഇതാണോ ഞാൻ? ഇത്രയും കുടവയറുണ്ടോ എനിക്ക്? അത് ഞാൻ. നിന്നെ ഞാൻ. ആനച്ചേട്ടനെ വിളിച്ച് ശരീരം കൂടി വെച്ചതാ. താഴത്തെ കല്ല് മാറ്റി കടിയനെ ഒന്നുകൂടി വിളിച്ചു കാണിച്ചാലോ? ലോ 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 ലോ. ഉവ്വാ! അമ്മോ! ഹിഹിഹി. ഇത് ഞാനാടോ? താനോ? മുടി വെറും നീളൻ പുല്ല, ചുവന്ന ചായം കരടിച്ചേട്ടൻ തന്നതാ. ഹോ, ഞാൻ ശരിക്കും പേടിച്ചു. ഹിഹിഹി. ചുവന്ന നിറവും ചായവും കണ്ടാൽ ആരും പേടിക്കില്ലേ? കടിയൻ വിളിക്കുന്നു. ഹോ, ദേ പിന്നെ വല്ല ഇടിപരിപാടിക്കും വേണ്ടിയാവും. എടോ, ഒരു ഐഡിയ. കടിയനെ കാണാൻ താൻ ചെല്ല്. ഹിഹിഹി. അയ്യോ, ഞാനോ? കുഴപ്പമില്ലെന്നേ, എനിക്ക് പനിയാണെന്ന് പറ. സൂത്രന് പനിയാ? കുഴപ്പമില്ല,
താൻ മതി, ഈ ഇറച്ചി കഷ്ണം പിടി. ഹായ്. തനിക്ക് തിന്നാനല്ല, ഇത് വേറെ ആരും എടുക്കാതെ സൂക്ഷിച്ചു വെക്കണം. ഗുഹയിൽ എവിടെ വെച്ചാലും എലി തിന്നും. ഞാൻ അരമണിക്കൂർ മയങ്ങി വരാം, അത് കഴിഞ്ഞ് തിന്നോളാം. അതിന് സൂപ്പർ വഴിയുണ്ട്. സൂത്രന്റെ ഐഡിയ. ഇപ്പൊ വരാം. ചുവന്ന ചായം അടിച്ച് മുടിയും വെച്ചാൽ പേടിച്ചാരും അടുത്തു വരില്ല. നശിപ്പിച്ചു. അയ്യോ, തന്റെ ഐഡിയ ആണെന്ന് കണ്ടാലേ അറിയാം. എന്റെ മോനെ വഴിയിൽ വെച്ച് ഒരുത്തൻ പേടിപ്പിച്ചു. അത് കലക്കി. അവനെ നിങ്ങളും പേടിപ്പിക്കണം. ആരാ പുള്ളി? ആ ഊഹൻ ചെന്നായ. ഊഹനാണ് പേടിപ്പിച്ചതെന്ന് ഊഹിച്ചതാണോ സൂത്ര? മുഖത്ത് പെയിന്റൊക്കെ പൂശി മുന്നിലേക്കു ചാടിയാൽ പേടിച്ചോളും. അതു മതി. ശരി, പേടിപ്പിച്ചോളും. അതിനു വേണ്ട തടിയും പൊക്കവും ഷേരുവിനുണ്ട്. ഇഹിഹി. അയ്യോ, ഞാനോ? തടിയും പൊക്കവും കണ്ടാൽ പേടിക്കുമെങ്കിൽ മരം കണ്ടാലും ഊഹൻ പേടിക്കണ്ടേ? ഇഹിഹി. ചൂടാവാതെടോ. ഇതിനു താനാ ബെസ്റ്റ്. താൻ പോയി ആ കരടിച്ചേട്ടനെ കണ്ട് കറുത്ത പെയിന്റ് വാങ്ങിക്കോ. എന്നിട്ടു താൻ തന്നെ മുഖത്ത് പൂശിയാൽ മതി. അപ്പോ താൻ വരുന്നില്ലേ? ഇല്ല, എനിക്കേ ശകലം പനി തുടങ്ങി. ഷേ, ഒറ്റയ്ക്കുള്ള പെയിന്റടി ശരിയാവില്ല. പാവം സൂത്രന് പനിയായി. ഇല്ലെങ്കിൽ സഹായിച്ചേനെ. ആരോ വരുന്നു. അങ്ങേരോട് ഹെൽപ്പ് ചോദിക്കാം. സൂത്രോ? ദേഹത്ത് മൊത്തം പെയിന്റ് അടിച്ചിട്ടും ഊഹൻ പേടിച്ചില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പെയിന്റ് അടിക്കാൻ സഹായത്തിന് ഞാൻ ഒരുത്തനെ വിളിച്ചു. പെയിന്റ് അടി കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, വെരി വെരി താങ്ക് യു. എന്താ പേര്? ഊഹൻ. ബെസ്റ്റ്. അത് കേട്ട ഞാൻ അവനെ കുറെ പേടിപ്പിക്കാൻ നോക്കി. പക്ഷെ പേടിക്കണ്ടേ. എന്നിട്ട് കടിയനോട് കാര്യം പറഞ്ഞോ? കടിയന്റെ ഇടി കണക്കിന് കിട്ടിക്കാണും. പറയാൻ ചെന്നതാ, പക്ഷേ കണ്ടപ്പോ കടിയൻ പേടിച്ചോടി. അയ്യോ, പ്രേതം. സൂത്രന്റെ പ്രേതവേഷം. സൂത്ര, ആ കടിയൻ വല്ലാതെ ഇടിച്ചോ? ഈ ആഴ്ചയെങ്കിലും ഇടിയില്ലെന്ന് വിചാരിച്ചതാ. ചത്താലും മതിയായിരുന്നു. പ്രേതമായിട്ട് ചെന്ന് അവനെ തട്ടാമല്ലോ. ഹെടോ ഷേരു, അത് തന്നെ വഴി. പ്രേതമാവാം. അയ്യോ, താൻ ചാവാൻ പോവുകയാണോ? അല്ലടോ മണ്ട, ഞാൻ ഇടികൊണ്ട് ചത്തെന്ന് താൻ കടിയനോട് ചെന്നു പറയണം. എന്നിട്ട് രാത്രി ഞാൻ വെള്ളപ്പെയിൻ്റൊക്കെ അടിച്ച് പ്രേതമായിട്ട് ചെല്ലും. മൂപ്പര് പേടിച്ച് കാടുവിടും. താൻ വേഗം കടിയൻ്റെ അടുത്തേക്ക് ചെല്ല്. എനിക്ക് വേറെ ചിലരെ കാണണം. എന്നാ ഞാൻ പോയിട്ട് വരാം. വെള്ളപ്പെയിൻ്റ് ഇത്രയും മതിയാവും. ഞാൻ മരത്തിലിങ്ങനെ തൂങ്ങിക്കിടക്കും. നിങ്ങൾ ചുറ്റും പറക്കണം. ഒരു ഇഫക്റ്റിന്. ചേട്ടൻ ഒളിച്ചിരുന്ന് മരം പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കണം. നമ്മളെക്കാൾ തല തിരിഞ്ഞവരാണല്ലോടോ ഈ കുറുക്കച്ചാര്. താൻ ചത്ത കാര്യം കടിയനോട് നന്നായി കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എന്താ ഒരു ശബ്ദം? അതൊക്കെ ആട്ടടോ മണ്ടനാനെ. എന്റെ അമ്മോ, മരം വീണു. അയ്യോ, ഇത്രയും വലിക്കേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. നടു ഒടിഞ്ഞു തോന്നണേ. ചേട്ടാ, ഒരു കൈ കൂടി നോക്കിയാലോ? ഞാൻ റെഡി. ആരാ? ആ മരം വീണ് ചത്തതാ ഞാൻ. എന്റെ കാട്ടുമുത്തപ്പ, ഓടിക്കോ സൂത്ര.